പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ അന്തവനകായ. വാസന്തിയേ, കൊച്ചേട്ടൻ വന്നുട്ടോ. ഇനി മദ്രാസില് ആദിത്യ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ വിനയ് സാറിന്റെ റൂമിൽ വെച്ച് വിനയ് സാറിനെ കാണുന്നു. ആൾ പറഞ്ഞു, മണി എന്ന് അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിനയ് സാറിനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. വിനയ് സാർ പറഞ്ഞു, ഓക്കെ നമ്മളിത് ചെയ്യുന്നു. അന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കണ്ണ് കാണാത്ത ആളെ കുറിച്ച് നമുക്കൊരു 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. 2.5 മണിക്കൂർ സിനിമയിൽ ഇതങ്ങനെ കൊണ്ട് കാണിക്കുന്നുള്ള അന്നും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ പടത്തിൻ്റെ മേക്കിങ്ങും പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വേഷമായിരുന്നു ഈ കണ്ണ് കാണാത്ത ഈ കഥാപാത്രം. അതിനകത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബാലേട്ടനുണ്ട്. ആ ബാലേട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അലിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബാലേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ബാലേട്ടനെ റോഡൊക്കെ കടത്തി കൊണ്ടുപോകാറ്. ഇപ്പോഴും ബാലേട്ടൻ എൻ്റെ കയ്യിൽ തൊട്ടാൽ പറയും, മണിയാണല്ലേ എന്ന് പറയും. കാരണം അവർക്കൊരു പ്രത്യേക ഒരു പവറാണ്. ഒന്ന് കയ്യിൽ തൊട്ടാലോ പിടിച്ചാലോ സ്മെല്ലായിട്ടും ഒരേന്നുണ്ട്. അത് ആ പടത്തിൽ തന്നെ പറയുന്നുണ്ട്. പെണ്ണിൻ്റെ രൂപം എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. ഒരു നാളികേരം പോലെ അതിൻ്റെ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കും. അതേമാതിരി അതിൻ്റെ ചകിരി തൊടുമ്പോൾ അതിൻ്റെ മുടി പോലെ എന്ന് തോന്നുന്ന ഒരു കൃത്യമായിട്ട് ആ പടത്തിലും പറയുന്നുണ്ട്. അങ്ങനെ കണ്ട് ഞാൻ ചെയ്തൊരു വേഷമാണ് വാസന്തി ലക്ഷ്മി. പിന്നെ അതിനകത്ത് ഒരു രംഗത്ത് അതായത് ആ കാഞ്ഞാറുള്ള നാട്ടുകാരുടെ ഒരു സഹകരണം വലിയൊരു സഹകരണമായിരുന്നു. എവിടെ പോയാലും എനിക്ക് തന്നെ 10-50 വയസ്സിന് 60 വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാരും എന്നെ വിളിക്കാറുള്ളത്, മഞ്ചേട്ടോ സുഖല്ലേ, സിനിമ കണ്ടിട്ടോ, എനിക്ക് സിനിമയല്ല ഇഷ്ടം, നാടൻ പാട്ട്, മഞ്ചേണ്ട നാടൻ പാട്ട് ഇഷ്ടം. ഒട്ടുമിക്ക അമ്മമാര് എന്നെ കാണുമ്പോൾ കണ്ണു അറിയും. എൻ്റെ മോനെ, നിന്നെ കാണുമ്പോൾ മനസ്സിന് എന്ത് സമാസുഖാടാ, നീ ഓരോ TV-യിൽ ഓരോന്നൊക്കെ പറയുമ്പോൾ ഈ വിഷമിപ്പിക്കണതൊന്നും പറയില്ലേ, ഒരുവിധ അമ്മമാരെന്നോട് പറയാറുണ്ട്. അവരൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് അതേമാതിരി അത്രയും നിഷ്കളങ്കമായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ. ഈ കാഞ്ഞാറ് വെച്ചിട്ടും ഇതിൻ്റെ ക്ലൈമാക്സ് രംഗെടുത്തോണ്ടിരിക്കുമ്പോൾ സാധാരണ സിനിമകളിൽ എല്ലാവരും കരയാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ അതിൽ അഭിനയിക്കാൻ വന്ന ആ പരിസരത്തുള്ള ചേച്ചിമാരും എല്ലാവരും അതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് കരഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരഞ്ഞുപോയി. ആ പടത്തിൽ ഞാൻ കരഞ്ഞിട്ട് എനിക്ക് എൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റില്ല. പ്രവീണ മരിച്ചു കിടക്കുന്ന പ്രവീണ എവിടെയൊക്കെ പറഞ്ഞു, മണിച്ചേട്ടാ ഞാൻ മരിച്ചു കിടക്കുന്ന രംഗമായാലും എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമോ എന്ന് വരെ പേടിയുണ്ടായിരുന്നു. എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചി അത് അതിലും വലുത്, അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ആ രംഗം ഇന്നും മനസ്സിൽ നിന്ന് മായൊന്നുമില്ല. ഏതോ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ എപ്പോഴും ആ രംഗം കാണാണ്. എൻ്റെ മൂക്കിൽ നിന്നും വായേന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ട് എന്നെ മനസ്സിലാക്കുക. തുടക്കകാലങ്ങളിൽ അറിയാമല്ലോ, ഞാൻ സ്റ്റേജ് ഷോയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ആ സ്റ്റേജ് ഷോകളിൽ ഒരുപാട് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അതിന് ആദ്യം നന്ദി പറയേണ്ടത് ചാലക്കുടിയിലുള്ള യൂണിയനിലുള്ള ആളുകളും, പിന്നെ അതേമാതിരി എൻ്റെ വീടിൻ്റെ പരിസരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പള്ളി കനാലിൻ്റെ അവിടെ താമസിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ മുൻപിലാണ് ഓണം കളിക്കൊക്കെ പരിപാടി അവതരിപ്പിച്ചവരനെ. പിന്നെ ചാലക്കുടി മാർക്കറ്റിലെ അമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു 8-ാം മടം എന്ന് പറഞ്ഞൊരിതുണ്ട്. ആ 8-ാം മടത്തിന് ഗാനമേളയുടെ ഇതിൽ ഗ്യാപ്പിൽ ഇൻ്റർവെല്ലിൽ മിമിക്രി കളിക്കാൻ വിളിക്കാറുണ്ട്. അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൈസ ഒന്നും കിട്ടുന്നില്ല. അന്ന് എൻ്റെ രൂപം ഈ ഒരു കോലത്തില്ല, വണ്ണം കുറഞ്ഞ് കറുത്ത് ഇതിനേക്കാൾ ഭയങ്കര കറുപ്പായിട്ടുള്ളൊരു കോലായിരുന്നു. അങ്ങനെ കലാഭവൻ്റെ അല്ല, തൃശ്ശൂർ ഏതോ ട്രൂപ്പിൻ്റെ ഗാനമേളയാണ്. ആ ഗാനമേളയുടെ ഇൻ്റർവെല്ലിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ഇൻ്റർവെല്ലിൽ തുടങ്ങി അങ്ങോട്ട് കഴിഞ്ഞാൽ എന്നെ കണ്ടപ്പോഴേക്കും ആൾക്കാർ കൂവി എന്നുള്ളതാണ്. കൂവി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളുടെ രൂപം കണ്ടിട്ട് കൂവരുത്, എൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടിട്ട് നിങ്ങൾ കൈയടിക്കുക, പ്രോത്സാഹനം തരിക, അല്ലെങ്കിൽ കൂവി എന്നെ ഇറക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്, അത് ഞാൻ അവിടെ കാണിച്ചു, പ്രാസം ഒപ്പിച്ച് പറയുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടുത്തെ ആളുകൾ നോട്ടുമാല കൊണ്ടിട്ടു. അങ്ങനെ കൊച്ചിൻ കലാഭവനിലെ പീറ്റർ ഏട്ടൻ ഇത് കാണാണ്. എന്നോട് ചോദിച്ചു, മണിക്ക് കലാഭവനിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ, കാരണം പണ്ടേ ഞാൻ ആരാധകന കലാഭവൻ്റെ. അങ്ങനെ കൊച്ചിൻ കലാഭവനിലേക്ക് ഇൻ്റർവ്യൂവിന് പോണത്, ഇൻ്റർവ്യൂ കാർഡ് വരുന്നത് ഞാൻ ശനിയാഴ്ച ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയമാണ്. സ്കൂളിൽ പോക്കുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കലുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് കൊണ്ടുനടക്കണേ. അപ്പോൾ 10ൽ സ്പോർട്സ് കോട്ടയിലും ആർട്സിലൊക്കെ ഉള്ളതിൻ്റെ കാരണം വീണ്ടും എനിക്ക് സ്കൂളിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ പഠിത്തവും ശനിയാഴ്ച ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും.
അപ്പോഴാണ് എനിക്ക് ഈ കാർഡ് വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ കൊച്ചിൻ കലാഭവൻ ഇത്രാന്തി ഇത്ര മണിക്ക് ഓഫീസുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഓട്ടോറിക്ഷ ഒന്നും നോക്കാൻ പോയില്ല. അവിടെ ഒരു വേലായുധൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പ്, നല്ല വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ ഒതുക്കി നേരെ കൊച്ചിൻ കലാഭവനിലേക്ക് ചെന്നു. അങ്ങനെ എന്നെ കലാഭവനിൽ ഞാൻ കാല് വെച്ച് കയറി, എന്നെ കണ്ടു, പറഞ്ഞു ഇത്ര നമ്പർ റൂമിലിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. KS പ്രസാദ്, അൻസാർക്ക, നാരായണൻകുട്ടി, പിന്നെ കലാഭവൻ റഹ്മാൻ, അങ്ങനെ മൻസൂർ, അങ്ങനെ കുറേ ആളുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നത്. എന്നോട് ചോദിച്ചാൽ എന്തൊക്കെ ശബ്ദം എടുക്കും എന്ന് വെച്ചു. എനിക്കങ്ങനെ മിമിക്രി ശബ്ദാനുകാരൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ ചെയ്യാം? ഞാൻ കുറച്ച് അനിമൽസിനൊക്കെ അനുകരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ശബ്ദം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ശബ്ദം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഇലക്ട്രോണിക് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾപ്പിക്കണം. ഈ ശബ്ദം കേട്ടപ്പോൾ കലാഭവൻ്റെ അകത്തുനിന്ന് അച്ഛൻ അവിടെ നിന്ന് ചാടി എന്നിട്ട്, ആരാ ഇപ്പോൾ ഒരു ശബ്ദം കാണിച്ചല്ലോ, നമ്മൾ ഇയാളാണ് എന്ന് പറഞ്ഞു. ഇയാളുടെ പേരെന്താ? മണിയെന്നാ. എന്നാ ജോലി? നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കും, പിന്നെ സ്കൂളിൽ പോവും. അത് കൊള്ളാനൊരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണല്ലോ, പിന്നെ എന്നാ ശബ്ദം എടുക്കും എന്ന് വെച്ചു. അങ്ങനെ ഞാൻ വേറൊരു ശബ്ദം കൂടി കാണിച്ചു കൊടുത്തു. നമ്മൾ എല്ലാവരും പറയും പാമ്പിനെ മകിടി ഊതിയിട്ട് വിളിക്കാന്നുള്ളു. പാമ്പ് ശബ്ദം കേട്ടിട്ട് വരണമെന്നല്ല. ഈ പാമ്പിന് കാതൊന്നുമില്ല. അതിനിങ്ങനെ ഒരു ശ്രവണ, ഈ ഇവിടെ എന്താ പറയാ, അടി തൊടുമ്പോൾ അത് ഭൂമിയുമായിട്ട് ഒരുപാട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും എനിക്ക് അവനെ ഭൂകമ്പം വരുന്നത് വരെ അവർക്ക് അറിയാൻ കഴിയുന്നുള്ളൂ, സുനാമി വരുന്നത് വരെ അറിയാൻ കഴിയുന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ പാമ്പിനെ ഇങ്ങനെ ഈ മകിടി കാണിക്കുമ്പോൾ ഈ പാമ്പ് തല ആട്ടണത് ഇതിനെന്തോ തിന്നാൻ കൊടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് എനിക്ക് തായോ എന്ന് പറയുന്നത്. അതുകൊണ്ട് മകിടിയുടെ ശബ്ദമാണ് പിന്നെ ഉണ്ടാക്കിയത്. ഇതാണ് മകിടിയുടെ ശബ്ദം. മകിടിയുടെ ശബ്ദം കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം. ഇന്നലെ പകൽ 1 മണിക്ക് ഒരു പുഴയിൽ പോയി കിടന്ന വെളുപ്പിന്, അതായത് ഒരു 12-1 മണിയായി അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ കിടന്നതിൻ്റെ ജലദോഷം ഇപ്പോഴും ഉണ്ട്, ചെറിയൊരു ശബ്ദത്തിന് കനവുണ്ട്. അങ്ങനെയാണ് മിമിക്രിയിൽ ഓരോന്ന് ചെയ്തു തന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടെ മിമിക്രിക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിൻ്റെ ശബ്ദം അനുകരിക്കണം, കാരണം ഓരോരുത്തരെ ക്ഷണിക്കുമ്പോൾ അത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഒരാളുടെ സൗണ്ട് കേൾപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാമുക്കോയുടെ ശബ്ദം, മാമുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മാമുക്കോനെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സിഗരറ്റിൻ്റെ പാക്കറ്റിൽ വൈറ്റ് ഇതെടുക്കുക, അതെടുത്തിട്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് കീറി കളയാം. അതിങ്ങനെ കീറി എന്താ വെച്ചാൽ മാമുക്കക്ക് വേണ്ട കുറേ സാധനങ്ങൾ അതിന് പ്രത്യേകത ഉണ്ട്. അത് കീറിയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു പല്ല് ഷേപ്പിൽ വരും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കാം, വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക, നന്നായിട്ട് വയ്ക്കാം. കേട്ടോ പറച്ചോനെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല, കാരണം സിനിമ കാണുമ്പോൾ ശബ്ദം എടുക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ ശബ്ദം വരെ അറിഞ്ഞിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബാലകൃഷ്ണ കൊച്ചു കള്ള അതിൻ്റെ മോനെ മനസ്സിലായിടാ. ഇങ്ങനെയാണ് നമ്മൾ മാമുക്കോയെ കാണിക്കേണ്ട കാര്യം. കണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇളക്കിയത് പോരെ പരിപാടിയൊക്കെ ഉഷാറല്ലേ? അന്നാ ഇനി ഞാൻ ഇളക്കണം. ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഒരു ബിസിനസ്സാന്ന് വിചാരിക്കും ടിന്നൊക്കെ. അതല്ല, ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു റോക്ക് പുണ്യാളുടെ തിരുനാളാണ്. പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ട് അവിടുത്തെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സദ്യ, ഒന്നുമില്ല, ബണ്ണ്, നേന്ത്രപ്പഴം, പിന്നെ അടപ്രഥമൻ, പായസം,
പിന്നെ കായ വറുത്തത്. അവിടുത്തെ ഈ സർക്കാർ ആശുപത്രിയിൽ എല്ലാ രോഗികൾക്കും കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മളിങ്ങനെ പകർത്തി കൊടുക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ ടിന്നിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആഘോഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ള എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരും കൂടിയിട്ടാണ് ഇതൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്നതും എന്താ പറയുക, ഒരു സമാധാനവും എല്ലാം കിട്ടുന്നൊരു പരിപാടിയാണ്. അതിൽ പരം ഇതിനകത്ത് വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ഇതിൻ്റെ ഒരു സുഖം പറഞ്ഞാൽ തീരില്ല. പിന്നെ ഈ പറമ്പ് ഇപ്പം ഇരിക്കുന്ന ഇവിടെ താമസിക്കുന്ന മുഴുവൻ നമ്മുടെ തമിഴ്നാട്ടിൽ താമസിക്കുന്ന നമ്മുടെ കുറേ അണ്ണന്മാരാണ്. പക്ഷെ അവരൊക്കെ നമ്മുടെ പോസ്റ്ററുകളൊക്കെ ഉണ്ട്. ഇവിടെ ആരാധകരാണ്, എല്ലാവരും എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഈ പറമ്പിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ആ പറമ്പ് കാണിച്ചു തരാം. ആ പറമ്പിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ വരണേ, ഞാൻ പറയാം. വാ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൽ മുഴുവൻ തൂമ്പ കൊണ്ട് കളച്ച് പണിയെടുത്തത് എൻ്റെ അച്ഛനാണ്. അപ്പം എൻ്റെ അച്ഛൻ പണിയെടുത്ത പറമ്പത് ഈ കാണുന്ന മുഴുവൻ. ഇവിടെ 2 രൂപ 4 രൂപ മേടിക്കാനായിട്ട് ഞാൻ പഠിക്കുക കാവലൊന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ 5 രൂപ വേണം. ഇവിടുത്തെ ആൾ പറയും അവിടെ നിന്നോളൂ എന്ന് പറയും. അപ്പോൾ നമ്മളവിടെ കാത്ത് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ സിനിമാ നടനായി. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആളെടുത്ത് പോയി ചോദിച്ചു, ഈ പറമ്പ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ മേടിച്ച പറമ്പാണ് ഈ പറമ്പ്. അപ്പോൾ ഓരോ ജാതിക്കും ഓരോ മരത്തിനും എൻ്റെ അച്ഛൻ്റെ വിയർപ്പും ഉശിരും ഇതിനകത്തുണ്ടാവും. ഇതിന് തൊട്ടപ്പുറം പുഴയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഞാൻ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. ഓപ്പണായിട്ട് പറയാണ്, വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടാവും, ബീറടിക്കും, നാടൻ പാട്ട് പാടും, അടിപൊളി ജഗപൊക. ഞാൻ പറഞ്ഞില്ലേ, ആഘോഷം എന്നും ആഘോഷിച്ച് എന്നെ തീർക്കണം. മനുഷ്യൻ എന്നും മരിക്കുന്നവനാ, എപ്പോഴും മരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ഉള്ള കാലം ശരിക്കും എൻജോയ് ജീവിക്കുക. പറവകൾ കൂട്ടമായി ചിറകടിച്ചു, മുയലിൻ കണ്ണിൽ പ്രേമം തത്തിക്കളിച്ചു, അണ്ണാറ കണ്ണൻ മൂളും താളത്തിൽ ശ്രുതിമിട്ടി കൊഞ്ചി വിളയാടും. വേറെ പഴയ മറ്റേ പാട്ടുകളില്ലേ, പണ്ട് നീ പാടിയിരുന്ന കുറെ പാട്ടുകള് പാമ്പോ ഏതെങ്കിലും? ആടു ബാമ്പേ ആടാടു ബാമ്പേ ആടാടു ബാമ്പേ, ആടു ബാമ്പേ ആടാടു ബാമ്പേ കാവിലിളം ബാമ്പേ, ആടു ബാമ്പേ ആടാടു ബാമ്പേ ആടാടു ബാമ്പേ, ആടു ബാമ്പേ ആടാടു ബാമ്പേ കാവിലിളം ബാമ്പേ. വക്കനാരുടെ മഞ്ഞക്കളത്തിൽ വന്നാടാടു ബാമ്പേ, ആടു ബാമ്പേ ആടാടു ബാമ്പേ കാവിലിളം ബാമ്പേ, ആടു ബാമ്പോ ആടാടു ബാമ്പേ ആടാടു ബാമ്പേ, ആടു ബാമ്പേ ആടാടു ബാമ്പേ കാവിലിളം ബാമ്പേ. വരിക്ക ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായും, ചാട്ടുള്ളി മുന തുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ,
അകില് കൊട്ടുമ്പോ ചുവട് വയ്ക്കുമ്പോ താളം പോണൊരു പോക്കടി കാവിടി കിടന്നാടണ് ഒരു കാലിളകിയ ചേലില് കണ്ട് നിക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി കരളിലെ പൊരു കാവടി പൂക്കാവടി കിടന്നാടണ് കാവടി കഴിഞ്ഞ അമ്പലത്തിലെ ആളൊഴിഞ്ഞൊരു മൂലയിൽ കാത്തു നിക്കണ കല്യാണി കൈ നീട്ടി മാടി വിളിച്ചെന്നേ കാല് തമ്മിൽ കൂട്ടിമുട്ടണ് പട 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 ഉള്ളില് പോകണോ തിരിഞ്ഞോടണോ പണി പറ്റുമോ പുകിലാകുമോ ആക്കം കണ്ടപ്പോ നോക്കി പോയത് തലതെറിക്കണ കുറ്റാണോ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി അറച്ചരിച്ച് ഞാൻ അടുത്ത് ചെന്നിട്ട് അറച്ചി നിൽക്കണ നേരത്ത് കഴുത്തിലിട്ടൊരു താലിമാല കാട്ടി തന്നടി കല്യാണി ചിരിച്ചതെന്തിന് കുഴഞ്ഞതെന്തിന് കുരുത്തം കെട്ടൊരു കല്യാണി കുടുംബം നോക്കണ കണവനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി ചിരിച്ചതെന്തിന് കുഴഞ്ഞതെന്തിന് കുരുത്തം കെട്ടൊരു കല്യാണി കുടുംബം നോക്കണ കണവനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി ആ വഴിയ പോണത് വലിച്ചടിപ്പിച്ച് വളച്ചെടുക്കണ കല്യാണി വിളഞ്ഞ വിച്ചിനെ കളം കൊടുക്കണ വെറുതെ എല്ലടി കല്യാണി ഹൃദയല്ലടി കല്യാണി ചിരിച്ചതെന്തിന് കുഴഞ്ഞതെന്തിന് കുരുത്തം കെട്ടൊരു കല്യാണി കുടുംബം നോക്കണ കാണവാനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി കടുപ്പം വേണ്ടടി കല്യാണി വഴിയ പോണത് വലിച്ചടിപ്പിച്ച് വളച്ചെടുക്കണ കല്യാണി വിളഞ്ഞ വിത്തിന് വളം കൊടുക്കല്ല വെറുതെ എല്ലടി കല്യാണി വരിക്ക ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായി ചാട്ടുള്ളി മുന തുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ